ഇത് സൂയിസൈഡ് ആണോ ആരെയും തള്ളിയിട്ടതാണോ അറിയില്ല. ഡോക്ടർ, മാധുരിക്ക് വെയിറ്റ് ചെയ്യൂ. 48 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ സാധിക്കില്ല. എന്താ സംഭവിച്ചത്? എങ്ങനെയുണ്ട് എന്റെ ഡ്രസ്? സൂപ്പർ ആയിട്ടുണ്ട്. ആ, അപ്സരസിനെ പോലെ ഒന്നും വർണ്ണിക്കുന്നില്ല, ഒരു കല്യാണ പെണ്ണിനെ പോലെ ഉണ്ട്. മോള് പ്രായപൂർത്തിയാവാറായി. അപ്പോഴാ അവൾ അച്ഛന്റെ അമ്മയുടെ കല്യാണം നടത്താൻ പോന്നെ, അതും ആ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ. എനിക്കത് ഓർക്കുമ്പോഴേ മനസ്സിനൊരു പേടിയാ. എനിക്കൊരു പേടിയില്ല.
ഞാൻ ആകപ്പാടെ ഒരു ത്രില്ലില്ല. എന്ത് ത്രില്ല്? ആ, കല്യാണം കഴിഞ്ഞ എന്തായാലും ആ ഫസ്റ്റ് നൈറ്റ് ഉണ്ടാവുമല്ലോ. അതിന്റെ ത്രില്ലില്ല ഞാൻ. മിക്കവാറും ഇത് ഞാൻ നിങ്ങളുടെ ലാസ്റ്റ് നൈറ്റ് ആക്കും. ഇതിപ്പോ ആരാ എന്റെ ഫോണിൽ വിളിക്കാൻ? ഇവളെന്താ നിങ്ങളെ വിളിക്കുന്നേ? അത് ഞാനെങ്ങനെ അറിയാനാ? എനിക്കറിയാം, നിങ്ങൾ തമ്മിൽ ഇടയ്ക്കിടെ കോണ്ടാക്ട് ഉണ്ട് അല്ലേ? നീ ആവശ്യമില്ലാത്ത കാര്യം പറയാതെ. ദേവിയുടെ ഒരു കോള് കണ്ട ഉടനെ എന്നെ ഇങ്ങനെ സംശയിക്കാമോ? പിന്നെ അവൾ എന്തിനു നിങ്ങളെ വിളിക്കുന്നേ? വേണ്ട, ഒന്നും പറയണ്ട, എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. മാധുരി, ഞാൻ നോ. ഇതെന്തിനാ ഇവൾ എന്നെ വിളിക്കുന്നേ? എന്റെ മുന്നിൽ നാടകം കളിക്കണ്ട. നിങ്ങൾക്ക് ഇപ്പോഴും അവളുമായിട്ട് ബന്ധമുണ്ട്, അതെനിക്ക് ഉറപ്പാ. മാധുരി, നീ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് അവളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവൾ എന്തിനാണ് എന്നെ വിളിക്കുന്നത് പോലും എനിക്കറിയില്ല. അവൾ എന്നെ വിളിക്കാറുമില്ല. ഇപ്പൊ വിളിക്കുന്നതോ? എനിക്കറിയില്ല. നീ എന്നെ ഒന്ന് വിശ്വസിക്കും മാധുരി. ഇല്ല, ഇത് ഞാൻ വിശ്വസിക്കില്ല. ഈ കാര്യത്തിൽ മാത്രം നിങ്ങളെ ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. നിങ്ങളും അവളും ചേർന്ന് എന്നെ വഞ്ചിക്കായിരുന്നല്ലേ? മാധുരി, നിനക്ക് സംശയരോഗം മാത്രമല്ല, അതിന്റെ കൂടെ ഭ്രാന്തുണ്ട്. അതെ, എനിക്ക് ഭ്രാന്ത. നിങ്ങളോടുള്ള സ്നേഹം കൂടിയതുകൊണ്ടുള്ള ഭ്രാന്ത്. അതുപോലെ നിങ്ങൾക്ക് അവളോട് ഭ്രാന്ത. അവക്ക് നിങ്ങളോടും അങ്ങനെ തന്നെ. മാധുരി, വേണ്ട, എനിക്ക് വെഡിങ് ആനിവേഴ്സറി വേണ്ട, ഒരു ചുക്കും വേണ്ട. നിങ്ങൾ ഒറ്റയ്ക്ക് പോയി ആഘോഷിച്ചാ മതി. മാധുരി, മാധുരി, മാധുരി നിക്ക്. മാധുരി, നിക്കാനാ പറഞ്ഞത്. നിങ്ങൾക്ക് അവളെ ഒഴിവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവളെ കൂടി വിളിച്ചോ. എന്നിട്ട് അവളുടെ കൂടെ പോയി താമസിച്ചോ. ഞാനും എന്റെ മോളും അങ്ങ് ഒഴിഞ്ഞു തരാം. അനാവശ്യം പറയുന്നോടി. നിങ്ങൾ എന്നെ തല്ലിയല്ലേ? കൊല്ല്, കൊല്ല്. മാധുരി, വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. നിങ്ങൾ പോയി അവളുടെ കൂടെ ജീവിച്ചോ. മാധുരി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിങ്ങളെ വേണ്ട. മാധുരി, നീ ഇങ്ങനെ ഒന്നും നശിപ്പിക്കരുത്. ദേവിയുമായിട്ട് നീ വിചാരിക്കും പോലെ എനിക്കൊരു ബന്ധവുമില്ല. സത്യമാണ്. വേണ്ട, ഇതൊന്നും ഇനി ഞാൻ വിശ്വസിക്കില്ല. ഞാനേ അത്ര മണ്ടിയൊന്നും അല്ല. എന്റെ പൊന്നു മാധുരി, നീ വിശ്വസിക്കണം. വിശ്വസിക്കില്ല. ശരി, ഞാൻ വിശ്വസിക്കാം. നിങ്ങൾ ആ ഫോൺ എടുത്തിട്ട് അവളെ വിളിക്ക്. ഹലോ എന്ന് പറഞ്ഞ് ലൗഡ് സ്പീക്കറിലിട്ട് നിങ്ങൾ സൈലന്റ് നിൽക്ക്. എന്നിട്ട് അവൾ എന്താ പറയുന്നെന്ന് എന്നെ ഒന്ന് കേൾപ്പിക്ക്. നീ പറയുന്ന താളത്തിന് തുള്ളാൻ എന്നെ കിട്ടില്ല. സംശയരോഗം വന്ന മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആവൂ. നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിച്ചാൽ മതി. അല്ലാതെ എനിക്ക് നിന്റെ മുമ്പിൽ നിരപരാധിത്വം തെളിയിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാ ആണുങ്ങളും നിങ്ങളെ പോലെ കള്ളന്മാരാ. കള്ളന്മാര് കാണിച്ചു തരാം ഞാൻ. മാധുരി, മാധുരി, ഞാൻ പറയുന്നത് കേൾക്ക്. നീ എന്നെ വിശ്വസിക്ക്. എന്നെ ചതിച്ച ഞാൻ സഹിക്കില്ല. അനുഭവിപ്പിക്കും നിങ്ങളെ ഞാൻ. മാധുരി, 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 മാധുരി നിക്ക്. ഞാൻ പറയുന്നൊന്ന് കേക്ക്.
ഓടല്ലേ മാധുരി, നിക്ക് ഞാൻ പറയട്ടെ. നിക്കാൻ മാധുരി, വേണ്ട. വരരുത്, എന്റെ അടുത്തേക്ക് വരരുത്. എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണ്ട. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നിങ്ങളും ആ ദേവിയും കൂടെ ഒരുമിച്ച് ജീവിച്ചോ? ഞാനിപ്പോ എന്റെ ശല്യം നിങ്ങൾക്ക് തീർത്തു തരാം. മാധുരി വേണ്ട. മാധുരി, മാധുരി ഇങ്ങോട്ട് വരരുത്. വേണ്ട, അരുത് മാധുരി. വേണ്ട വേണ്ട മാധുരി, വേണ്ട മാധുരി, ഞാനാ പറയുന്നത്. വേണ്ട മാധുരി, ഇങ്ങോട്ട് വരരുത്. ഞാൻ ചാടും. ഇല്ല, ഞാൻ വരില്ല, ഞാൻ വരില്ല. മാധുരി ദേ നോക്ക്, ഞാനിപ്പോ ഫോൺ ചെയ്യാം. ആ ദേവി എന്താ പറയുന്നെന്ന് നിന്നെ ഞാൻ കേൾപ്പിക്കാം. മാധുരി, ഞാൻ സത്യമാണ് പറയുന്നത്. മാധുരി ചാടരുത്, ഞാൻ ഫോൺ ചെയ്യാം. ഉറപ്പാണോ പറയുന്നത്? നിന്നാണ്, നമ്മുടെ മീനാക്ഷി മോളാണ് സത്യം. ശരി, ഞാൻ ഇറങ്ങാം. ദേവി, സർ, പേഷ്യന്റിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുകയാണ്. കൺഗ്രാചുലേഷൻസ് സർ, നിങ്ങളുടെ വൈഫ് പ്രഗ്നന്റ് ആണ്. ആണോ ഡോക്ടർ? താങ്ക് യു. തൽക്കാലം കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ. BP കുറച്ച് ഷൂട്ടപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി. ഷോ ഡോക്ടർ. മാത്രല്ല ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുകയും വേണം. ആ ഓക്കെ, ശരി ഡോക്ടർ. മാധുരി, നിനക്ക് ഒന്നും വരില്ല. മാധുരി, നിന്നെ ഞാൻ രക്ഷിക്കാം. ഞാനുണ്ട് നിന്റെ കൂടെ. മാധുരി, നിനക്കൊന്നും വരില്ല. എന്താ എന്റെ സഹധർമ്മിണിയുടെ മുഖം വിടരാത്തെ? എന്താ സന്തോഷമായില്ലേ? ഈ സന്തോഷം എനിക്ക് വിവരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഇന്നത്തെ സന്തോഷം ആഘോഷിക്കണ്ടേ? എന്റെ ആഘോഷങ്ങളെല്ലാം ഇന്നത്തോടെ തീർന്നു. ഇനി ഒരിക്കലും വൈശാഖ് എന്നെ സ്വീകരിക്കില്ല. മൈഥിലി. ഹലോ ഹലോ. ഇപ്പോ ആരോടും ഇത് പറയണ്ട. വീട്ടിൽ ചെന്നിട്ട് ഒരു സർപ്രൈസായി ഇതെല്ലാവരോടും പറയാം. ഓക്കെ, സമ്മതിച്ചു. മുത്തശ്ശി തിരിച്ചു വിളിക്കുന്നുണ്ടല്ലോ. ഹലോ മുത്തശ്ശി. എന്തിനാ മോനെ നീ വിളിച്ചത്? ഒരു സർപ്രൈസ് ഉണ്ട് മുത്തശ്ശി. സർപ്രൈസോ? അത് ഞാൻ വീട്ടിൽ വന്നിട്ട് പറയാം. ആണോ? ശരി ശരി ശരി. നിനക്കൊന്നും പറ്റില്ല മാധുരി. മാധുരി, എന്താ അവിടെ? രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് ആ കള്ളനെ പിടികൂടിയില്ലേ ഒരു പെൺകുട്ടി? അമ്പലത്തിൽ കണ്ട ആ പെൺകുട്ടി എന്താ ഇവിടെ?
ജീവിതകാലം മുഴുവൻ കൈവിടില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മയുടെ കൈവിട്ടത് എന്തിനാച്ചാ? എന്താ സംഭവിച്ചത്? ആരാച്ച ഈ ദേവി? എന്താ എന്താ അച്ഛനൊന്നും മിണ്ടാത്ത? അതെ, മാധുരിക്ക് ബോധം തെളിഞ്ഞു. ഈ മീനാക്ഷി ഞാനാ കുട്ടിയെ പേഷ്യന്റ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പൊ ഐസിയുലേക്ക് മാറ്റും. അവിടെ കയറി കണ്ടോളൂ. മോളെ മാധുരി, മോളെ മാധുരി, മോളെ മോളെ എന്താ മാധുരി, എന്താ ഉണ്ടായത്? മോളെ മോളെ നിനക്ക് ഒന്നെ അമ്മേന്ന് വിളിച്ചൂടെ? മാധുരി, നിനക്കൊന്നും പറ്റില്ല മാധുരി. എന്റെ മാധുരിക്കൊന്നും വരാൻ ഞാൻ സമ്മതിക്കില്ല. മോളെ 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 എന്താ മാധുരി, എന്താ പറയാനുള്ളത്? ദേവി 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 ദേവിയോട് ദേവിയോട് മാധുരി മാധുരി മാധുരി, അയ്യോ അമ്മേ അമ്മേ, ഒന്നും പറ്റില്ല അമ്മേ. അയ്യോ അമ്മേ അമ്മേ, സിസ്റ്ററെ ഓടി വാ. കുട്ടി ഒന്ന് മാറിക്ക്. മാഡം ഞാൻ പോയി ഡോക്ടറിനെ വിളിച്ചിട്ട് വരാം. മാധുരി മാധുരി, അയ്യോ അമ്മേ അമ്മേ, മാധുരി ഒന്ന് മാറും. റിലാക്സ് റിലാക്സ്. മാധുരി. ഓക്സിജൻ കൊടുക്ക് പെട്ടെന്ന്. ഓക്കെ ഡോക്ടർ. സിസ്റ്റർ, ഒരു ഇഞ്ചക്ഷൻ കൂടെ കൊടുക്കുക. റിലാക്സ് റിലാക്സ്, എല്ലാം ശരിയാവും. മാധുരി, I'm sorry, Jaram. She is no more.
മാധുരി, അയ്യോ, മാധുരി, മാധുരി, അമ്മേ, 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 അമ്മ കണ്ണു തുറക്കമ്മേ. മാധുരി, ഞങ്ങളെ തനിച്ചാക്കിട്ട് നിനക്ക് എങ്ങനെ പോകാൻ പറ്റുമോ മാധുരി? ഞങ്ങളെ ഇട്ടച്ച് നീ എങ്ങനെ പോകും മാധുരി? സിസ്റ്റർ, കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുപോകും. അമ്മേ, 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 മോളെ, മാധുരി, മോളെ, മാധുരി, മാധുരി, മോളെ. മാധുരി. അച്ഛാ, അമ്മ. വാ. മാധുരി, മാധുരി, മോളെ, അച്ഛാ, മോളെ. അച്ഛാ, മാധുരി, മോളെ. മാധുരി, മാധുരി, മോളെ. മാധുരി. നിങ്ങൾ എന്റെ അമ്മ എങ്ങോട്ടാ കൊണ്ടുവന്നേ? പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് ബോഡി വിട്ടുതരാൻ കഴിയും. അച്ഛാ, മാധുരി. സർ, എന്താ കേസ്? ഒരു സ്ത്രീ ഫ്ളാറ്റിന്റെ ടെറസിൽ നിന്നും വീണ് മരിച്ചു. സൂയിസൈഡ് ആണോ മർഡർ ആണോ എന്നറിയില്ല. ശരി, ഞാനും വരാം. കാർത്തി, ഈ സമയത്ത് അങ്ങോട്ട് പോവല്ലേ. നമ്മള് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതല്ലേ. ഓക്കെ. മഹസർ തയ്യാറാക്കിയ ശേഷം എന്നെ വിളിച്ചാൽ മതി. ആ, കാരണക്കാരാരായാലും അവരെ അറസ്റ്റ് ചെയ്യണം. ഓക്കെ സർ. മൈഥിലി, പോവാം. പോടോ. മരിച്ച ഈ സ്ത്രീയുടെ റിലേറ്റീവ്സ് ഞങ്ങളാ. ഞാനാ ഹസ്ബൻഡ്. ഇത് ഞങ്ങളുടെ മകളാ. ഈ മരണത്തെക്കുറിച്ച് ആ ഫ്ലാറ്റിലെ ചില ആൾക്കാരുടെ കംപ്ലൈന്റ് ഉണ്ട്. ഇവര് മുകളിൽ നിന്ന് ചാടിയതാണോ അതോ ആരെങ്കിലും തള്ളിയിട്ടതാണോ എന്നാ സംശയം. അച്ഛാ, നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ബോഡി മോർച്ചറിലേക്ക് പോട്ടെ. നിങ്ങളൊന്ന് വരണം. അച്ഛാ, മോളെ, അച്ഛാ, ഇപ്പൊ വരാം. അച്ഛാ, അച്ഛാ, അച്ഛാ. സംഭവിച്ചത് എന്താണെന്ന് വിശദമായി പറയൂ. പിന്നെ സത്യം സത്യമായി മാത്രമേ പറയാവൂ. അതാണ് നമുക്ക് ഇരു കൂട്ടർക്കും നല്ലത്. എന്താ ആലോചിക്കുന്നത്? ഉണ്ടായത് എന്താണെന്ന് പറയൂ. നിങ്ങൾ സ്വയം ന്യായീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാഗം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ ഫ്ളാറ്റിലുള്ളവരെല്ലാം നിങ്ങൾക്കെതിരാണ്. അവര് പറയുന്നത് നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്നും അടിയാണെന്നാണ്. അതുപോലെ നിങ്ങൾ തമ്മിൽ വഴക്കായി നിയന്ത്രണം വിട്ടപ്പോ നിങ്ങൾ അവരെ തള്ളി താഴെയിട്ടതല്ലേ? എന്റെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ നിന്റെ അമ്മയെ തള്ളി താഴെയിട്ട് കൊന്നത് നീയാണോ? എന്റെ അമ്മ കൊന്നത് ആരാണെന്ന് എനിക്കറിയാം.
എന്ന സ്ത്രീ കാരണോ എന്റെ അമ്മ മരിച്ചത്. ആരാണ് ആ സ്ത്രീ? അവരുടെ ഫോട്ടോയോ ഫോൺ നമ്പറോ ഡീറ്റെയിൽസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്റെ കയ്യിലില്ല. പക്ഷെ അവരുടെ പേരാ അവസാനമായിട്ട് എന്റെ അമ്മയുടെ നാവിൽ നിന്ന് വന്നത്. അവര് കാരണം എന്റെ അമ്മ മരിച്ചത്. എന്റെ അമ്മ എന്നോട് തർപ്പിച്ച് പറഞ്ഞതാ. മോളെ മീനാക്ഷി, നീ എന്തൊക്കെയാ പറയുന്നത്? ദേ, വെറുതെ ആവേശത്തിൽ കയറി ഒന്നും പറയരുത്. എന്തെങ്കിലും തെളിവുകളുണ്ടോ നിന്റെ കയ്യിൽ? അതുമാത്രമല്ല, കഴിഞ്ഞ മാസത്തിൽ നിന്റെ അമ്മയെ അച്ഛൻ അടിച്ചെന്ന് ഒരു കേസ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.